നിലവിൽ തീപിടുത്തം കൺട്രോൾഡ് ആണ്. ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഫയർ ലോഡുള്ള സംഭവമാണ്. മാത്രമല്ല ഓരോ സെപ്പറേറ്റ് റൂമുകളാണ്. പിന്നെ 2-3 ഷട്ടറുകൾ തിരിച്ചിട്ട് പാസേജ് ആ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒരു ചലഞ്ചിങ് ആയി വന്നിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം തീയുടെ അപകടാവസ്ഥ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ പൂർണ്ണമായിട്ടും കെട്ടിട്ടില്ല. മാത്രമല്ല ഈ വെള്ളമടിക്കുന്നത് മൂലമുണ്ടാകുന്ന സ്മോക്ക് വളരെ ശക്തമാണ്. ആ സ്മോക്ക് പല ഭാഗങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമടിക്കുമ്പോൾ ആ താപനില കൊണ്ടും എന്ത് ചെയ്യും, വെള്ളം ഹീറ്റായിട്ട് ഇതായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നുണ്ട്. എല്ലാ കോണിലേക്കും അടിക്കുന്നത് 4 ഭാഗത്തു നിന്നും നമ്മൾ വെള്ളം അടിക്കുന്നുണ്ട്. ഇപ്പോൾ 2 പോയിന്റുകളിൽ നമ്മൾ കയറിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ 2 പോയിന്റുകളിൽ നമ്മൾ ആളുകൾ കയറിക്കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BSET ഉപയോഗിച്ചിട്ട് ഫോഴ്സ് എൻട്രി നടത്തിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയും ബ്രാഞ്ച് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ല, ബ്ലൂ പ്രിന്റ് ഒന്നും എടുത്തിട്ടല്ല വരുന്നത്. പെട്ടെന്നൊരു അപകടം പറയുമ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഓടി വരുന്നു. ആദ്യം തന്നെ ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നാണ് റെസ്പോണ്ട് ചെയ്തത്. അതുപോലെ മീൻചന്ത, വെള്ളിമാട് തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്ന് വാഹനം വന്നു. അതിനുശേഷം മറ്റുള്ള എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും റെസ്പോണ്ട് ചെയ്യുകയുണ്ടായി. പിന്നെ അതുകൂടാതെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വാട്ടർ ബൗസറും ഒരു MTയും ഓൾറെഡി വന്നിട്ടുണ്ട്. നിലവിൽ 14 യൂണിറ്റ് ഫയർഫോഴ്സിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എയർപോർട്ടിന്റെ ഒരു യൂണിറ്റും ഉണ്ട്. ആശങ്കയുണ്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യം തന്നെ നിയന്ത്രിച്ചത്. തീ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ശ്രമിച്ചതും. അതിനുവേണ്ടിയിട്ടാണ് ബ്രാഞ്ച് ഇട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ 2 കോണിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഫയർ സ്പ്രെഡ് ആവാതിരിക്കാന്നുള്ളതാണ് നോക്കിയത്. എമർജൻസി ഇനി മൊത്തം പരിശോധിച്ചിട്ട് വേണം എൻ്റെ കെട്ടിടത്തിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അതല്ല, ഇപ്പൊ കയറിയതും ബാക്കിലൂടെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ സൈഡിലൂടെയാണ് നമ്മൾ 2 ഭാഗത്തും കയറിയിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് കൂടുതൽ ആക്സസ് കിട്ടുന്നുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൽ ഏത് ഭാഗത്താണെന്നുള്ളത് കൂടുതൽ പരിശോധനയിലേ മനസ്സിലാവുകയുള്ളൂ. ഇല്ല, പുക സ്വാഭാവികമായിട്ട് തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പുക സ്പ്രെഡാവും, പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ കറക്റ്റ് സ്പോട്ട് എവിടെയാണ് ഫയർ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനിലും പറയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും പരിശോധിക്കും. അത് നാളെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പരിശോധന നമ്മൾ നടത്തും. ഫയർ ഒറിജിനും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പോഴത്തെ നമ്മളെ പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഈ തീപിടുത്തം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പൊ കയറിയിട്ടുണ്ട് ആയിരുന്നു. ഇവിടെ ഫയർ സിസ്റ്റം ഒന്നും നിലവിൽ ചെയ്തിട്ടില്ല. ഇത് പഴയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു, വളരെ പണ്ട് മുതലുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിന്റെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു കഴിഞ്ഞാലേ പറയാൻ കഴിയുള്ളൂ. തീ നിയന്ത്രിച്ചു നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ തീ മറ്റൊരു ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാതെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും, ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് തീപിടുത്തം തുടങ്ങിയത്. ഈ തീ എന്ത് ചെയ്തില്ല, മറ്റു ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഈ കെട്ടിടത്തിലേക്ക് വ്യാപിച്ചിട്ടില്ല. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കടകൾക്കും തീ പിടിച്ചിട്ടില്ല. കാഷ്വാലിറ്റി നിലവിലില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇവിടെ ഇപ്പോൾ ഓപ്പൺ സ്പേസ് ആണല്ലോ. അല്ല, ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വാഹനം നിർത്തുന്നതിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നേരിട്ട് വന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് നമ്മളുടെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ദുരന്ത നിവാരണ ഇതുണ്ടല്ലോ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ജില്ലാ കളക്ടർ സമർപ്പിക്കും. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള റിപ്പോർട്ടും പോകും.